മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയാണെങ്കിൽ കുളി കഴിഞ്ഞ് പുറത്തേക്ക് എത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച ജാനമ്മയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. കുറ്റബോധം കൊണ്ടും കുഞ്ഞിനെ ആ ഗുണ്ടയ്ക്കൊപ്പം വിട്ടയച്ചതിന്റെ എല്ലാ സങ്കടവും ജാനമ്മയിലുണ്ട്. കുഞ്ഞ് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ കരയുകയാണ്. ഇത് കേൾക്കുന്ന ലേഖയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാകുന്നത്. എന്ത്, കുഞ്ഞിനെ കാണുന്നില്ലെന്നോ? അതേ മോളെ, ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. വാതിൽ തുറന്നു കിടക്കുന്നു. നിങ്ങളുടെ അടുത്തല്ലേ കുഞ്ഞിനെ ഏൽപ്പിച്ചത്? അങ്ങനെ ഒന്നും ആലോചിക്കാതെ നീലമോളെ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് ലേഖ. പിന്നീട് പുറത്തേക്ക് പോയിട്ട് അലറി വിളിക്കുന്നുണ്ട് ഒരു ഭ്രാന്തിയെ പോലെ. ഈ സമയം അവിടേക്ക് അനന്ത് വരികയാണ്. എന്താ, എന്ത് വരികയെന്ന് ചോദിക്കുമ്പോൾ നീലമോളെ കാണുന്നില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അനന്തുവാണെങ്കിൽ ആദ്യം വഴക്ക് പറയുന്നുണ്ടെങ്കിലും സാരല്ല, പേടിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം. ഇതിന് പുറകിൽ ആരാണെന്ന് നമുക്ക് അറിയാലോ. അങ്ങനെ വേഗം തന്നെ മാർക്കോയെ വിളിച്ച് വിവരം അറിയിക്കും. മാർക്കോയാവട്ടെ തോമസ് സാറിന്റെ ഡ്രൈവറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സാറിനോട് പോയിട്ട് കാര്യം പറയുന്നുണ്ട്, കുഞ്ഞിനെ കാണുന്നില്ല എന്നൊക്കെ. കണ്ണനും മഹാലക്ഷ്മിയും അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. തോമസ് സാറാണെങ്കിൽ ഒട്ടും വിടിയിക്കേണ്ട, കുഞ്ഞിനെ തെരഞ്ഞ് പോവാനായിട്ട് പറയുന്നുണ്ട്. ശേഷം അനന്തുവാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും അറിയിക്കാതെ മഞ്ജുവിനെ കാര്യം വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ദുർഗയോട് പറഞ്ഞ് കരയുന്നുണ്ട്, കുഞ്ഞിനെ കാണുന്നില്ല, ഏട്ടത്തിയും ഏട്ടനും ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു കിടക്കുന്ന കരുണയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന പ്രതാപനാവട്ടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മയല്ലേ പറഞ്ഞൊന്നും നടക്കില്ല എന്ന്. കുഞ്ഞെ ഇപ്പോ നമ്മുടെ കസ്റ്റഡിയിലാ. ഇനി കുഞ്ഞിനെ അവർ കാണില്ല. ഇനി എത്തേൻ്റെ അവിടെ കുഞ്ഞെത്തും. നമ്മുടെ മോൾ ചിരിക്കും ഈ ഓണത്തിന്. ആ കണ്ണനും മഹാലക്ഷ്മിയും കരയും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ സത്യമാണത്, ആണെന്നേ. ഇപ്പോ കുഞ്ഞ് ആ ഒട്ടുപാലിന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒട്ടുപാലാണെങ്കിൽ ആ ഡ്രൈവറോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇതിനെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുക, എന്നിട്ട് കൈപ്പറ്റാനുള്ള ക്യാഷ് വാങ്ങുക. പെട്ടെന്നാണ് കുഞ്ഞ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. നീലമോളാണെങ്കിൽ ആ ഒട്ടുപാലിനെ തുറിച്ച് അങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ദൈവിക ശക്തിയുള്ള കുഞ്ഞാണെന്നുള്ള കാര്യം ഒട്ടുപാൽ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ രക്ഷകനായിട്ട് ഉറപ്പായിട്ടും മാർക്കോയും അവതരിക്കും. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.